ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് നമ്മുടെ ഇപ്പോൾ ഉള്ളത് അഖിൽ സാറാണ്. അദ്ദേഹം ഡൈമാക്സ ടെക്നോളജീസ് പ്രൈവറ്റ് ലിമിറ്റഡിൻ്റെ ഡയറക്ടറാണ്. അദ്ദേഹം സ്മെക്കിൽ പഠിച്ച് പാസ് ഔട്ട് ആയ സ്റ്റുഡൻ്റ് ആണ്. 2016 ബാച്ചിലെ സ്റ്റുഡൻ്റ് ആണ്. അപ്പോൾ സാർ അതിനുശേഷം അദ്ദേഹം വർക്ക് ചെയ്തു. പിന്നീട് അദ്ദേഹത്തിൻ്റെ ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്തു. സാർ അപ്പോൾ ഇന്ന് നമ്മുടെ ഇവിടെ ഒരു പ്ലേസ്മെന്റ് ഡ്രൈവ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് സ്റ്റുഡൻസിന് ഇന്റർവ്യൂ ചെയ്യാനായിട്ട് കാര്യമായിട്ട് സാർ വന്നേക്കുന്നതാണ്. സോ ലെറ്റ്സ് ആസ്ക് യു. ഹായ് സാർ. അപ്പോൾ സാറിന് ഇന്നിപ്പോൾ ഇന്റർവ്യൂ പ്രോസസ് കാര്യങ്ങൾക്ക് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്താ വൈ യു ചൂസ് സ്മെക്ക് എന്ന് ഒന്ന് പറയാമോ? ഞാൻ 2016 ഞാൻ NTTF ആണ് പഠിച്ചത്. മെക്കട്രോണിക്സ് ആയിരുന്നു. ഞാൻ 15 പാസ് ഔട്ടാണ്. ഞാൻ NTTF തന്നെ ഈ PLC പ്രോഗ്രാമിലേക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇന്റർവ്യൂ ജോയിൻ ചെയ്തത്. ഓക്കെ, അതായത് എനിക്കൊരു പ്രൊഡക്ഷൻ കമ്പനിയിലാണ് പ്ലേസ്മെൻറ്റ് കിട്ടിയത്. അത് കഴിഞ്ഞിട്ട് എനിക്ക് PLCയിൽ കുറച്ചുകൂടി ഒരു കോഴ്സ് ചെയ്യാമെന്ന് വെച്ചിട്ടാണ് ഞാൻ കുറച്ച് ദേവത ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിന് ലിസ്റ്റ് ഔട്ട് ചെയ്തത്. എന്നിട്ടാണ് എൻ്റെ ഒരു ഫ്രണ്ട്സ് പറഞ്ഞു ഇങ്ങനെ സ്മെക്ക് ഉണ്ട് കൊച്ചിയിൽ, അവരാണ് ഇപ്പം കേരളത്തിൽ ലീഡിംഗ് ആയിട്ട് PLC ചെയ്തു തരുന്നത് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഇവിടെ ജോയിൻ ചെയ്തത്. ഞാൻ മാത്രമല്ല, എൻ്റെ കൂടെ പഠിച്ച ഒരു 3-4 കൊളീഗ്സും ജോയിൻ ചെയ്തിട്ടുണ്ട്. അവർ ഒരാളിപ്പം കൂടെ പഠിച്ച ഒരാൾ SNT എന്ന് പറഞ്ഞൊരു കമ്പനിയുടെ ഇന്ത്യൻ സർവീസ് ഹെഡായിട്ട് വർക്ക് ചെയ്യാണ്. വേറൊരാൾ ദുബായിലൊരു PLC പ്രോഗ്രാമറായിട്ട് വർക്ക് ചെയ്യാണ്. ഞാനിവിടെ പഠിച്ചിറങ്ങിയിട്ട് ഈ ഇവരുടെ ബേസ് കൊണ്ടാണ് എനിക്ക് ഒരു കമ്പനിയിൽ ജോലി കിട്ടിയത്. ബാംഗ്ലൂരായിരുന്നു. ഒരു 6 years ഞാൻ അവിടെ PLC പ്രോഗ്രാമിങ്ങും കൺട്രോൾ പാനൽസ് മാനുഫാക്ചറിങ്, അതിൻ്റെ സർക്യൂട്ട് പ്രിപ്പറേഷൻ, അങ്ങനത്തെ ഒരു കംപ്ലീറ്റ് പ്രൊജക്ട്സ് നോക്കിക്കൊണ്ട് ഒരു 6 വർഷം വർക്ക് ചെയ്തു. അതിനുശേഷമാണ് ഞാൻ എൻ്റെ കമ്പനി സ്റ്റാർട്ട് ചെയ്തത്. എൻ്റെ കൂടെ ഒരു 3-4 ഡയറക്ടേഴ്സ് കൂടി ഉണ്ട്. അപ്പം ഇവിടുത്തെ ക്വാളിറ്റി ആണ് ഞാൻ സ്മെക്കിൽ തന്നെ വന്നിട്ട് കുറച്ച് പേരെ ഹയർ ചെയ്യാൻ വിചാരിച്ചത്. കൂടുതൽ PLC അറിയുന്ന ഒരാളെ കിട്ടിയിരുന്നെങ്കിൽ നല്ലതായിരുന്നു വെച്ചിട്ടാണ് സ്മെക്കിൽ വന്നത്. ഓക്കെ സാർ, അപ്പോൾ ഇന്നത്തെ സ്റ്റുഡൻസായിട്ട് ഇൻട്രാക്ഷൻ ഇന്റർവ്യൂ കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. സോ എത്രത്തോളം അതായത് സാർ പഠിച്ചിരുന്ന ടൈമിൽ ഒരു ക്വാളിറ്റി അല്ലെങ്കിൽ ആ ഒരു എഫിഷ്യൻ്റ് ആണോ അത്രയും സ്റ്റുഡൻസ്? PLC ബേസ്ഡ് ആയിട്ട് ഞാൻ ചോദിച്ച കാര്യങ്ങൾക്കും പിന്നെ ഇവിടുത്തെ MCC പാനല് VFD സെർവോ ഡ്രൈവ് സെർവോ ഒക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഞാൻ പഠിക്കുന്ന സെർവോ ഒന്നും ഉണ്ടായില്ല. അപ്പം അതിലൊക്കെ അവർ ഓക്കെയാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ സ്റ്റുഡൻസ് അപ്പോൾ അത്രയും ക്വാളിഫൈഡ്, അതായത് ഈ ഒരു അവർക്ക് ഇൻഡസ്ട്രിയിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ അവർ ആ ട്രെയിനിങ് അവർക്ക് അത്രയും ഹെൽപ്ഫുൾ ആണ് എന്നാണോ? ആണ്. ഈ ഫീൽഡിലേക്ക് വരുന്നവർക്ക് ഈ നമ്മൾ ഇപ്പോൾ ഇവിടുന്ന് ചെയ്യുന്ന ട്രെയിനിങ് ഇല്ലേ, അത് തീർച്ചയായും എഫക്റ്റീവ് ആവുന്ന ഒരു കാര്യമാണ്. കാരണം ഈ പറഞ്ഞ എല്ലാ മോഡൽസും PLC ഒക്കെയാണ് നമ്മൾ റിയൽ ടൈമിൽ യൂസ് ചെയ്യുന്നത്. പക്ഷെ അതിനുള്ള ബേസ് സ്മെക്കിൽ നിന്ന് നിങ്ങൾ അവർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഓക്കെ, അതിൽ ഞാൻ ഹാപ്പിയാണ്. പക്ഷെ അവർ നേരെ പോയൊരു PLC കാണുന്നതിനേക്കാൾ മുമ്പ് ഇവിടുന്ന് എന്തൊക്കെയാണ് PLCയിൽ, ഇതൊക്കെയാണ് ഇതിന്റെ വർക്കിംഗ്, ഇങ്ങനെയാണ് ഇതിന്റെ ലോജിക്സ് ഉണ്ടാവുക, ഇതൊക്കെയാണ് ഇതിന്റെ സോഫ്റ്റ്വെയർ ഇന്റർഫേസിങ്. അപ്പൊ ഈ സോഫ്റ്റ്വെയർ ഒക്കെ അവർ പുതിയതായിട്ട് കാണുന്ന പോലെ അല്ല ഉണ്ടാവുക. ഓൾറെഡി ഞാൻ എക്സ്പീരിയൻസ് ചെയ്തിട്ടാണ് ഇങ്ങോട്ട് വന്നത് എന്നൊരു തോന്നൽ അവർക്ക് തോന്നിപ്പിക്കാൻ പറ്റും. താങ്ക് യു. Join SMEC Labs. We empower your career for future.